ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ കോളിവുഡ് സൂപ്പർ സ്റ്റാർസ് പാർട്ട് 2. ഫസ്റ്റ് നമ്മൾ കണ്ടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നമ്മളത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗിലാണെന്ന്. സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, റീൽസ് ബീക്കൺ ചെയ്ത വീഡിയോ ആണ്. യെസ്, നമുക്ക് കാണാം. ഓക്കെ, കാത്തിരുന്ന് വന്ന മുതൽ ഇങ്ങോട്ട് അല്ലേ? കാത്തിരുന്ന് വന്ന മുതലാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ, എക്സൈറ്റ്മെന്റ് ഒക്കെ കൂടുതലാണ്. യെസ്, துபாய்க்கு போனது ரெண்டு காரணத்துக்காக. இன்னொரு காரணம் என்ன? அவன் நிறைய பணம் எடுத்துட்டு போயிருந்தான்ல. But wasn't that an advance for the gold Inayat Khalil was sending? No. Then what was it for? ധനുഷോ? മിക്സിംഗ് ആണ്. ഞാനും വിചാരിച്ച് ഹോളിവുഡ് ചാപ്റ്റർ 2. ലോയോല കോളേജ്, അവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വന്ന അവനെ നോക്കി പ്രിൻസിപ്പൽ പറയുന്നുണ്ട്, ഇവൻ ഇത് കംപ്ലീറ്റ് ആക്കുമോ? സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി അല്ലേ, പകുതി വഴി കിട്ടിട്ട് പോകാനാണെങ്കിൽ ഒരു സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. പക്ഷേ ആ ചെക്കന്റെ അച്ഛൻ അവൻ അങ്ങനെ ഒരു താല്പര്യവും ഇല്ലെന്ന വാക്കിന്റെ പുറത്ത് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. പിന്നീട് എന്തെല്ലാമാണെന്നത് ഒരൽപ്പം അവിശ്വസനീയമായിരുന്നു. ആർട്സ് ഡേയിലെ പെർഫോമൻസ് കണ്ട് അതേ പ്രിൻസിപ്പൽ തന്നെ സിനിമയിൽ കയറണമെന്ന് പറയുന്നു. നായകനായി തുടങ്ങിയ ജയം എന്ന സിനിമ തന്നെ വൻ ഹിറ്റ്. പിന്നീട് വന്ന എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി കേരളത്തിലും അയാൾക്ക് ഒരുപാട് ആരാധകരെ സമ്മാനിച്ചു. ഒരു റൊമാന്റിക് ഹീറോ പരിവേഷമായിരുന്നു അന്ന് അയാൾക്ക്. ഇപ്പറഞ്ഞ സിനിമകളും കൂടാതെ എങ്കിയും കാതലും സന്തോഷ് സുബ്രഹ്മണ്യവും അതിനുള്ള ഉദാഹരണങ്ങളാണ്. പക്ഷേ ഒരു റൊമാന്റിക് പരിവേഷം മാത്രം കയ്യിലുള്ള ഒരാളാണെന്ന് ചിന്തിച്ച ജനതയെ കൊണ്ട് അയാൾ പിന്നീട് വന്ന തന്റെ സിനിമകളിൽ മാറ്റി പറയിപ്പിച്ചു. വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തങ്ങളായ ജേണലുകൾ തിരഞ്ഞു പിടിച്ച് വളരെ ഡയറിംഗ് ആയ പല സിനിമകളും അയാൾ ചെയ്തു. സൗത്ത് ഇന്ത്യയിൽ തന്നെ ആരും തന്നെ എടുക്കാൻ ധൈര്യപ്പെടാത്ത സ്പേസ് ഫിലിം കാണിച്ചു തന്ന ടിക് ടിക് ടിക്, പുത്തൻ കോൺസെപ്റ്റുമായി വന്ന കോമാളി, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഇൻ ദ റയറസ്റ്റ് ആയ സോംബി ചിത്രം മിരുകനും ആ വ്യത്യസ്തതകൾക്കുള്ള ഉത്തരമാണ്. ഒപ്പം വില്ലനുമായുള്ള ഒരു ഒന്നൊന്നര ഈഗോ ക്ലാഷ് കാണിച്ചു തന്ന ബോഗനും തനിയൊരുവനും ഒരിക്കലും. ഇനിയും എടുത്തു പറയാനാണെങ്കിൽ പൊന്നിയൻ സെൽവനായി അവതരിച്ച മണിരത്നത്തിന്റെ മാജിക്കും നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ലല്ലോ. അതെ, പ്രണയവും ഇമോഷണൽ രംഗങ്ങളും മാസും ഫൈറ്റും എല്ലാം മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന തമിഴകത്തിന്റെ സ്വന്തം ജയം രവി. ഇനി പറയാൻ പോകുന്നത് അഭിനയത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ഒരാളെ പറ്റിയാണ്. സിനിമയുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്നുമാണ് അയാൾ വന്നത്. പക്ഷേ ഹാർഡ് വർക്ക് കൊണ്ട് അയാൾ സിനിമ എന്ന സ്വപ്നം നേടിയെടുത്തു. ഇന്ത്യ മൊത്തമായി ട്രെൻഡിംഗ് ആയി മാറിയ അലേ പായുധ എന്ന മണിരത്നം സിനിമ അയാളുടെ ഗ്രാഫ് തന്നെ മാറ്റി. വാക്മാനും തലയിൽ വെച്ചുകൊണ്ട് സ്ക്രീനിന് മുന്നിൽ അയാളെ കണ്ട സമയം തിയേറ്ററുകൾ ആർപ്പുവിളികളാൽ മുഴങ്ങി. പിന്നീട് അഭിനയിച്ച സിനിമകൾ ഓരോന്നും ഒന്നിനൊന്നും മെച്ചം. മികച്ച റൊമാന്റിക് ചിത്രമായ മണിരത്നത്തിന്റെ മറ്റൊരു ക്ലാസിക് സിനിമ കണ്ണത്തിൽ മുത്തമിട്ടാൽ, ഓൾ ടൈം ക്ലാസിക് അന്വേഷികം, സൗഹൃദത്തിന്റെ മൂല്യം കാണിച്ചു തന്ന പ്രിയമാനത്തോടി, അങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റ്. മൊത്തം ഒരു റൊമാന്റിക് ചോക്ലേറ്റ് നായകൻ എന്ന പട്ടം ആ ക്യൂട്ടായ ചെക്കനെ അന്ന് ആരാധകർ നൽകി. മികച്ച ഒരു കൂട്ടം സിനിമകൾ അക്കാലത്ത് ഇറങ്ങിയെങ്കിലും അയാൾ നിശ്ചലമായി പോയ ഒരു കാലം വന്നു. അയാൾ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഉണ്ടോ എന്ന തരത്തിൽ സിനിമാ പ്രേമികൾക്ക് ചിന്തകൾ വന്നു തുടങ്ങിയ സമയം. ചെയ്യുന്ന സിനിമകൾ വിജയം നേടുന്നില്ല, മികച്ച സിനിമകൾ അയാളെ തേടിയെത്തുന്നില്ല. പക്ഷേ കഴിഞ്ഞെന്ന് പറഞ്ഞ ആ കാലം അധികം നീണ്ടു നിന്നില്ല. തെരുവിൽ നിന്നും ബോക്സറായി മാറിയ പ്രഭു സെൽവരാജ് എന്ന കഥാപാത്രം എല്ലാറ്റിനുമുള്ള ഉത്തരമായിരുന്നു. ഇരുത്തി സുട്ടർ എന്ന സിനിമ അയാളുടെ തിരിച്ചുവരവ് തന്നെയായിരുന്നു. അവിടെയും അവസാനിച്ചില്ല. വിക്രം വേദിയിലെ ആ ഗംഭീരം തന്നെയായിരുന്നു. ചാർലിയുടെ റീമേക്കായ മാരായിലും അയാൾ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചു. ഒപ്പം നമ്പി നാരായണനെ അസാമാന്യമാംവിധം അവതരിപ്പിച്ച റോക്കറ്ററി എന്ന സിനിമയും അയാളുടെ ആക്ടിംഗ് സ്കിൽസ് കാണിച്ചു തന്നു. ഇനിയും അയാളുടെ അഭിനയത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ആയുധെഴുത്ത് എന്ന മണിരത്നം സിനിമ കൂടി ഒന്ന് നിങ്ങൾ കണ്ടാൽ മതി. അതെ, എന്നും തമിഴന്മാരുടെ മനസ്സിലെ മാഡിയായി ജീവിക്കുന്ന ദ മാഗ്നിഫിക്കന്റ് മാധവൻ.
ഹോട്ടലിലെ ജോലി സമയം കഴിഞ്ഞിരിക്കുന്നു. അയാൾ തന്റെ വീട്ടിലേക്ക് നടന്നു. നാളെ കാണാനുള്ള ഡയറക്ടർമാരുടെ ലിസ്റ്റ് അയാൾ എടുത്തു നോക്കി. ഇപ്പോ തന്നെ കുറെ പേരായി. പക്ഷേ അയാൾ ഒരിക്കലും അഭിനയം എന്ന രീതിയിൽ മെയിൻ സ്ട്രീമിൽ എത്തിയിരുന്നില്ല. ചില സിനിമകളിൽ അയാൾ അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തു. പിന്നീട് അയാൾ സംവിധായകനായി ചുവടുവെച്ചത് തല അജിത്തിനൊപ്പം വാലി എന്ന സിനിമയിലൂടെ. പിന്നീട് സാക്ഷാൽ വിജയ്ക്കൊപ്പം ഖുഷി എന്ന ആ ഓൾ ടൈം ഫേവറേറ്റ് മൂവി സംവിധാനം ചെയ്തുകൊണ്ട് അയാൾ തമിഴ് സിനിമാ ലോകത്തെ ഒരു മികച്ച സംവിധായകൻ. അയാളുടെ ആഗ്രഹം അഭിനയമായിരുന്നു. സത്യം കിട്ടും അറിയില്ലായിരുന്നു. എല്ലാവരും പറയും. എന്നാൽ ആ പറഞ്ഞവരുടെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അയാളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് നമുക്ക് കാണാനായത്. ആരാധകരുടെ വൻ കടലിലേക്ക് അയാൾ കയ്യടികളുടെ വരവേൽപ്പുമായി കൂടാതെ കേരളത്തിലും തെലുങ്കാനയിലും ഏത് രീതിയിലേക്ക് എത്തും. ഇരവിയിൽ നിങ്ങൾ കണ്ട അരുൾ എന്ന ക്യാരക്ടർ അയാളുടെ അഭിനയത്തിന്റെ തുറന്ന അവതരണം തന്നെയായിരുന്നു. പിന്നീട് മെർസലിലെ വില്ലനായും ജിഗർ തണ്ടയിലെ ഫിലിം ഡയറക്ടറായും മാറിയ അയാൾ ജനമനസ്സുകളിലേക്കാണ് ചേക്കേറിയത്. സൈഡ് റോളിൽ വന്ന പല സിനിമകളിലും അയാൾ നായകനിലൂടെ സ്കോർ ചെയ്തു. മാർക്ക് ആന്റണി സിനിമയിലെ ജാക്കി പാണ്ടിനൊക്കെ അയാളുടെ പെർഫോമൻസിന്റെ എക്സ്ട്രീം കണ്ടവയായിരുന്നു. മാനാടിലെ ആ പോലീസ് വേഷവും മറക്കാൻ സാധിക്കുക. നായകനേക്കാൾ കൂടുതൽ കയ്യടി എല്ലാ സീനിലും അയാൾ നേടിയെടുക്കുകയായിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ ട്രെൻഡിംഗ് ആയി മാറിയ തന്റെ തലവരോടുള്ള ഡയലോഗ് പെർഫെക്റ്റ് മോഡുലേഷൻ ആയിരുന്നു. ഇനിയും അയാളുടെ പെർഫോമൻസ് ലെവലിൽ നിങ്ങൾക്ക് സ്പൈഡറിലെ വില്ലൻ കഥാപാത്രത്തെ ഒന്ന് ഓർത്തെടുത്താൽ ജനങ്ങളുടെ കരച്ചിൽ ശബ്ദങ്ങൾ ആസ്വദിക്കുന്ന ആ രംഗം നമ്മളിൽ എന്തെല്ലാമോ വികാരങ്ങൾ സത്യം. അതെ, അയാൾ തന്നെ. എക്സ്ട്രീം ലെവൽ ആക്ഷൻ കൊണ്ട് കാണികളെ കയ്യിലെടുക്കുന്നവൻ, കോമഡി ടൈമിംഗ് കൊണ്ട് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നവൻ, ദ ടെറിഫിക് ആക്ടർ SJ സൂര്യ. ഒരു രക്ഷയില്ല, ടെറിഫിക് ആക്ടർ തന്നെയാണ്. SJ സൂര്യ മണിമുത്താണ്. This is Lone Wolf. Over. Hello, my sexy Tamil friend. ഒരു കുള്ളൻ, കാണാൻ വലിയ ലുക്കുമില്ല, വലിയ ബോഡിയുമില്ല, തടിയുമില്ല, ഒരു രൂപം. തിയേറ്ററിൽ അയാളുടെ രൂപം കണ്ടപ്പോൾ തന്നെ കൂക്കി വിളിക്കലുകളായിരുന്നു. ഒന്നിനും പറ്റാത്ത ഒരാളായി അയാളുടെ വിധി നിർണയിക്കപ്പെട്ടിരുന്നു. പക്ഷേ നിർണയിക്കപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ച ആ മുൻവിധികൾ ഉണ്ടല്ലോ, അതിനെ മറികടക്കാൻ അവന്റെ ചങ്കുറപ്പ് തന്നെ ധാരാളമായിരുന്നു. അന്ന് എണ്ണി പറഞ്ഞ ഓരോ കുറവുകൾക്കും ഉത്തരങ്ങളുമായി അവൻ ബോളിവുഡിന്റെ മതിലകങ്ങളിലേക്ക് കാലുവെച്ചു. പലരാലും സാധ്യമാകാത്ത പലതും ചെയ്തു കാണിച്ച അയാളുടെ കണ്ണുകളിൽ തീ പടർന്നു. അയാളിലെ അഭിനേതാവിനെ ആദ്യമായി മൂർത്തി രൂപത്തിൽ കണ്ട സെൽവരാഘവന്റെ പുതുപ്പേട്ടെ ഒരു ബെഞ്ച് മാർക്ക് തന്നെ സൃഷ്ടിച്ചു. തുടക്കം മാത്രമായിരുന്നു. കൊല്ലാത്തവൻ, പഠിക്കാത്തവൻ, യാരടി നീ മോഹിനി, ആടുകളം തുടങ്ങിയ ചിത്രങ്ങൾ അയാളുടെ നടനെ പൂർണ്ണമായും ആവിഷ്കരിച്ചു. പ്രണയം എന്തെന്ന് വരച്ചിട്ട സ്ത്രീയും തിരുച്ചിത്രമ്പലവും നമ്മളുടെ ഹൃദയത്തിൽ ഇന്നുമുണ്ട്. മാസ് കാണിച്ച് നമ്മളെ കയ്യിലെടുത്ത VIP-യും മാരിയും വടച്ചനെയും അസുരനും ക്യാപ്റ്റൻ മില്ലറും നമ്മളെ എത്ര വട്ടം രോമാഞ്ചപ്പെടുത്തിയിട്ടുണ്ട്. വാളുമെടുത്ത് ചോര പടർന്ന മുഖവുമായി കടന്നു വരുന്ന അസുരനിലെ ശിവസ്വാമിയെ നമ്മൾ എങ്ങനെയാണ് മറക്കുക? മുഖം മുഴുവൻ ചോര പടർന്നുകൊണ്ട് ട്രാൻസ്ഫോം ആകുന്ന പുതുപ്പേട്ടയിലെ കൊക്കികുമാറിനെയും എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക? അയാളിലെ ആക്ഷൻ വേറെ തന്നെയാണ്. ഒരേ സമയം മാസ് കാണിക്കാനും അതിന്റെ സാറ്റുറേഷൻ പോയിന്റിൽ എത്തി നിർത്തിക്കാനും അയാൾക്ക് കഴിയും. ഇനി ചെറുപ്പകാലം മുതലുള്ള റോളുകൾ അഭിനയിക്കണമെങ്കിലും അതിനുവേണ്ടി വേറെ കാസ്റ്റിനെ തപ്പേണ്ട ആവശ്യമില്ല. മീശയും പഠിച്ചാൽ +2കാരൻ മതി. യും സ്ത്രീയിലെയും ആ റോളുകൾ ഇതിന്റെ പെർഫെക്ഷൻ കാണിച്ചു. അതെ, കൊലവെറിയും കണ്ണഴകിയും അമ്മാമ്മയും വാട്ടക്കറുവാടും റൗഡി ബേബിയും പാടിയ ആ അസാധ്യ കലാകാരൻ തന്നെ. തമിഴകത്തിന്റെ മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ. തന്റെ പേരിന്റെ കൂടെ ബ്രൂസ് ലീ എന്ന് ആരാധകർ ചേർത്ത് വിളിക്കുന്ന none other than ബ്രൂസ് ലീ ധനുഷ്. ക്യാപ്റ്റൻ മില്ലറോടെ ക്യാപ്റ്റൻ മില്ലർ പറഞ്ഞു പോയതേ ഉള്ളൂ. അതൊരു മുതലാട്ടോ അത്. വിക്രം ഇനി വരാനുള്ളത് നമ്മൾ പണ്ട് മലയാള സിനിമയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു മുഖമാണ്. മമ്മൂക്കയുടെ ധ്രുവത്തിൽ ഭദ്രനായി വന്ന ആ ചെക്കൻ തന്നെ. അവന്റെ തുടക്കങ്ങൾ ഒരിക്കലും മികച്ചതെന്ന് പറയാൻ പറ്റില്ലായിരുന്നു.
പല ഇമ്പോർട്ടൻസ് കുറഞ്ഞ റോളുകളിലും വന്ന അയാളുടെ ഭാവിയിൽ വലിയ പ്രതീക്ഷകൾ ഒന്നും തന്നെ ആരും വെച്ചില്ലായിരുന്നു. മലയാളത്തിലെ സൈന്യത്തിലും മാഫിയയിലും ഒക്കെ നിങ്ങൾക്ക് അയാളെ അവിടെ ഇവിടെയായി കാണാൻ സാധിക്കും. പക്ഷേ വർഷങ്ങൾ കുറച്ച് നീങ്ങി മറിഞ്ഞു അയാളുടെ സേതു എന്ന സിനിമ അയാളുടെ ബ്രേക്ക് ത്രൂ ആയി മാറി. തുടർന്നാണ് ലോകം ആ ഇതിഹാസത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. അഭിനയത്തിന്റെയും പെർഫോമൻസിന്റെയും തരിമ്പുകൾ കലർന്ന ഇതിഹാസം. എണ്ണമറ്റ മികച്ച ചിത്രങ്ങൾ കൊണ്ട് അയാൾ തന്റേതായ ഒരെണ്ണത്തിൽ പോലും ഒരു സ്ഥിരത എന്ന് പറഞ്ഞ സാധനമില്ല. ഓഡിയൻസ് ഫേവറേറ്റുകളായി. തുടർന്ന് ഇക്കാലത്ത് തമിഴ് ഇൻഡസ്ട്രിയെ മുഴുവൻ ഞെട്ടിച്ച പൊന്നിയൻ സെൽവനിലെ ആദിത്യ കരികാലനും മഹാനിലെ ഗാന്ധി മഹാനും ഇരുമുകളിലെ ലവും ഇന്നും അയാളുടെ റേഞ്ച് എന്താണെന്ന് വിളിച്ചോതുന്നവയാണ്. ഒപ്പം അയാളുടെ ഡെഡിക്കേഷൻ കാണിച്ചു തന്ന എന്ന ചിത്രത്തിന്റെ നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടില്ലേ? അയാളുടെ കഴിവുകൾ പൂർണ്ണമായി വായിക്കണമെങ്കിൽ നമുക്ക് മറ്റു ചില കഥാപാത്രങ്ങളെ കാണേണ്ടി വരും. രാമായണത്തിന്റെ അഡാപ്റ്റേഷനായി വന്ന രാമായണത്തിലെ വീരയ്യ അത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നു. ഒപ്പം പിതാമഹനിലെ ചിത്ര എന്ന കഥാപാത്രവും മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ദൈവത്തിരുമകളിലെ ആ ഹൃദയം നേരിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് വേദനയായി ഇൻജക്ട് ചെയ്യപ്പെടുകയായിരുന്നു. വല്ലാത്തൊരു സീനാട്ടത്. സംശയമുണ്ടെങ്കിൽ അംബിയെയും റെമോയെയും അന്യനെയും ഒന്ന് കണ്ടുവന്നേക്കും. സംശയങ്ങളെല്ലാം തീർന്നിട്ടേ നിങ്ങൾ തിരിച്ചു വരും. അവസാന രംഗങ്ങളിൽ അന്യന്റെയും അമ്പിയുടെയും റെമോയുടെയും മാനറിസങ്ങൾ മാറി മാറി വരുന്ന മുഖത്തെ നമ്മൾ കണ്ടത് അവിടെ ഓപ്പോസിറ്റിൽ നിന്ന പ്രകാശ് രാജിന്റെ അതേ അത്ഭുതത്തോടെ തന്നെയായിരുന്നു. അഭിനയത്തിന്റെ സമ്പൂർണമായ ആവിഷ്കാരം. ആരാധകരെ എന്തുകൊടുത്തും നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്റ്റാർ കാണിക്കാത്ത ദ പ്രൊലിഫിക് സൂപ്പർ സ്റ്റാർ. വാട്ട് ഈസ് മോർ, ഇറ്റ്സ് അവർ ജംപ്. ചിയാൻ വിക്രം. അപാര സാധനം തന്നെ. ഏതിലേക്കും എങ്ങനെ കൊടൂര മുതലുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അടിപൊളി വീഡിയോ, അടിപൊളി. ഞാനേ കണ്ട് മറന്നിരിക്കുവായിരുന്നു, ശരിക്കും ഇങ്ങനെ മറന്നിരിക്കുവായിരുന്നു. എന്ത് അത് റിയാക്ഷൻ വീഡിയോ ആണല്ലോ എന്നുള്ളതൊക്കെ മറന്നുപോയി. ഇവിടെ ഒരു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെ മറന്നുപോയി. അടിപൊളി വീഡിയോ, സൂപ്പർ വീഡിയോ കേട്ടോ. തുടക്കം മുതൽ എടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര അത്ഭുതമായത് എന്താ അറിയോ, ഖുഷി സിനിമ ഡയറക്ട് ചെയ്ത് സൂര്യ. അതറിയില്ലായിരുന്നു കേട്ടോ. പോയിട്ടോ സംഭവം. സത്യത്തിൽ ആള് ഡയറക്ടർ ആയിരുന്നു അറിയായിരുന്നു, പക്ഷെ ഖുഷി ചെയ്ത ആളായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. സംഭവം വേറെ ലെവല്. ബാക്കിയെല്ലാം പിന്നെ പറയണ്ടല്ലോ, വേറെ ലെവൽ ആക്ടേഴ്സ് ആണ് അവരൊക്കെ. ജയം രവി, ധനുഷ്, എസ് ജെ സൂര്യ, മാധവൻ, വിക്രം. അഞ്ച് ലെവൽ ആൾക്കാര് അല്ലേ. ഈ ധനുഷൊക്കെ ഉണ്ടല്ലോ, അതായത് ആൾക്ക് എന്ത് പറ്റൂല എന്ന് പറഞ്ഞോ അതാണ് കാണിച്ചു തന്നിട്ട് നമ്മളങ്ങ് ഇരുത്തിക്കളെ. കേട്ടോ എത്രയോ എന്തൊക്കെ കളിയാക്കലുകള്. ആദ്യത്തെ ആ ലുക്ക് തന്നെ കണ്ടില്ല, ആ മിലിറ്ററി കണ്ടാ പോലും നമുക്ക് തോന്നും സത്യം ദൈവമേ ആ ധനുഷാണല്ലോ ഈ ധനുഷ്. ഇപ്പൊ മറ്റേ എന്തിന് ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമയിൽ ആള് ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടാൽ ഞെട്ടിപ്പോവും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ വിക്രത്തിന്റെ ദൈവത്തിരുമകൾ, അതിൽ ആ സീനുണ്ടല്ലോ, ആ കോട്ട്. അതെ വിക്രം, അതല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ധനുഷിന്റെ കാര്യം, അതുപോലെ വിക്രമിന്റെ കാര്യത്തിലേ ആൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതായിട്ടുണ്ടാവില്ല എന്നാണ് ജനങ്ങൾ പറയാ. അയാൾ എന്തും ചെയ്യേ അങ്ങനെ പറയാ. സത്യമാണ്. എനിക്ക് ആ സീൻ എനിക്ക് കാണുന്ന ഭയങ്കര വിഷമമുള്ള സംഭവം. ആ ഒരു സീന് നമ്മള്, അതായത് വിക്രം മുഖത്ത് കൊണ്ടിരുന്ന കുറച്ച് എക്സ്പ്രഷൻ ഉണ്ട്, നമ്മൾ അറിയാണ്ട് കരഞ്ഞു. ആ കോടതി സീനില്ലേ അവിടെ എന്താ, പിന്നെ വിധികൾക്കൊന്നും ഒരു ഇതില്ല, പ്രസക്തി ഇല്ല അവിടെ. വിധി പറച്ചിലോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ആ ഒരു ബന്ധം കാണിക്കുന്നതോടെ അവിടെ മൊത്തത്തിൽ ഇല്ലാതാവുകയാണ്. വിക്രത്തിനെ മാത്രം പറയാമല്ലോ, ആ കുട്ടിയോ, അത് നമ്മുടെ ആൻമരിയ കലിപ്പിലാണ് അഭിനയിച്ച കുട്ടിയല്ലേ. എന്ത് രസമായിട്ട് ആ കുട്ടി ആദ്യം വന്നത്. എന്താ രസം. ദൈവ തിരുമകൻ എന്നായിരുന്നു അതിന്റെ പേര്. അതിനുശേഷമാണ് മാറ്റിയത് അല്ലേ. ഓക്കെ, എന്താണെങ്കിലും കിടിലൻ വീഡിയോ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് തന്നെയാണ്. അതെ, ഇനിയും സംഭവ ബഹുലമായ വരാനുള്ളതാണ്.
അതെ, ഇത് കോളിവുഡിന്റെ മാത്രം പ്രത്യേകത കേട്ടോ. ഇത്രയും സ്റ്റാറുകളെ സത്യം അത്രത്തോളം ഉണ്ട്, എണ്ണി പറയാൻ അത്രത്തോളം ഉണ്ട്. അതും ഇവരുടെ ഒക്കെ സിനിമകള് ഒന്നെങ്കിലും ഈ ചെയ്തു വെച്ച ഒന്നെങ്കിലും ഉണ്ടാവും ഒരു അടാറ ഐറ്റം. ഇപ്പോൾ ഇതിലിപ്പോൾ ആദ്യം എന്താ കാണിക്കുന്നത് നമ്മുടെ ജയൻ രവിന്റെ സിനിമകളും ഇവിടെ നമ്മുടെ കേരളത്തിൽ കാത്തിരിക്കുന്ന സിനിമകൾ ഇഷ്ടം പോലെ. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ 1 അതിലെ താരങ്ങളുടെ സിനിമകളും ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള നടന്മാർ അവർക്ക് ഉള്ളത് ആലോചിച്ചാൽ മതി. മലയാളത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്ര അങ്ങനത്തെ ഒരു ഇതില്ല, ഇല്ലല്ല, അത്രയ്ക്കും ഭീകരമാണ് അവരുടെ. എന്താണെങ്കിലും ഗംഭീരം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോട്ടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ.